ചെങ്കടലിൽ ഇന്ത്യൻ ചരക്കപ്പലിന് നേരെ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാവുകയും അതിൽ 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 പേര് 14 പേരാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ അത്രയും പേരെ രക്ഷപ്പെടുത്തി കപ്പൽ മുങ്ങി എന്ന് പറയുന്ന ഒരു വാർത്തയാണ് വരുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്ക്, അതായത് ഹോർമൂസിലും പ്രശ്നമാണ്, ചെങ്കടലിലും പ്രശ്നമാണ്. അപ്പോൾ കപ്പലുകൾ സഞ്ചരിക്കുന്നത് കാപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയിട്ടാണ് ഇപ്പോൾ കപ്പലുകൾ സഞ്ചരിക്കുന്നത്. ഈ വാഹനങ്ങൾ, ഇലക്ട്രോണിക് പാർട്സ്, എണ്ണ, ഫുഡ്, ഈ സകല സാധനങ്ങളുടെയും യൂറോപ്പിലേക്ക് അടക്കമുള്ള, യൂറോപ്പും അമേരിക്കയിലൊക്കെ അടക്കമുള്ള സകല സാധനങ്ങളുടെയും വില കൂടുകയാണ്. ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നട്ടല്ലൊടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ്. അതായത് മൾട്ടിപ്പിൾ എൻഡിൽ ഒരേ ടീം, ഒരേ ആൾക്കാർ വരുത്തി വെക്കുന്ന വിന കൊണ്ട് ഒരേ ഒരു രാജ്യത്തിൻ്റെ പ്രസൻസും അവരുടെ ചില അഭിലാഷം എന്നതിനെ പറയണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ടും ലോകത്തിലെ മൊത്തം ആൾക്കാർ, ലോകത്തിന് മൊത്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഹൂത്തികൾ ചെങ്കടലിന് നേരെ ആക്രമണം നടത്തുന്നതിൻ്റെ നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തുന്നതും, അതേപോലെ തന്നെ സൗദി അറേബ്യയും അമേരിക്കയും സംയുക്തമായിട്ട് ഇറാഖിലും യമനിലെ ചില ഹൂത്തി കേന്ദ്രങ്ങളിലൊക്കെ ആക്രമണം നടത്തുന്നതൊക്കെയാണെന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് 2023 തന്നെയുണ്ട്. ആ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഗസ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ഗസയിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ആൾക്കാരെ ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹൂത്തികൾ ചെങ്കടലിൽ ഇറങ്ങുന്നതും ചെങ്കടലിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ചെങ്കടലിലുള്ള പ്രശ്നത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഹോർമൂസിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഒരേ ഒരു അധിനിവേശ രാജ്യത്തേക്ക് അതിൻ്റെ വേരുകൾ നീണ്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കപ്പലിൻ്റെ പേര് MVS ഫൈസ് നൂറെ ഒലിയ, ഇതാണ് ഈ കപ്പലിൻ്റെ പേര്. പ്രൊജക്ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 13 ഇന്ത്യക്കാരും ഒരു യമൻ പൗരനും ഉണ്ടായിരുന്നത്. ഈ യമൻ പൗരനെ യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. പ്രകോപനമൊന്നും ഇല്ലാണ്ടെയാണ് ഈ കപ്പലിന് നേരെ ഹൂത്തികളുടെ ആക്രമണം നടന്നതെന്നും പറയുന്നുണ്ട്. ഇപ്പം പ്രകോപനം എന്ന് പറയുന്നത് ആരുടെ പെർസ്പെക്റ്റീവിൽ പ്രകോപനം ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയണ്ടേ. ഇപ്പോൾ ഇറാനിൽ നിന്നും ഈ യമനിലോട്ട് വന്നിട്ടുള്ള വിമാനത്തിന് നേരെ വരെ, അതായത് പാസഞ്ചർ വിമാനത്തിന്, സിവിലിയൻ വിമാനത്തിന് നേരെ വരെ സൗദിയുടെ പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. അന്ന് സൗദിയുടെ ഫൈറ്റർ ജെറ്റുകൾ അതിനെ ഫോളോ ചെയ്യുന്നതും യമൻ്റെ അതിർത്തി വരെ അത് പോകുന്നതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ സൗദിയും അമേരിക്കയും സംയുക്തമായിട്ട് ഇറാഖിലും അതേപോലെ തന്നെ യമനിലും ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ട് എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം, ഇവരുടെ ഒരു ശ്രമമാണ്. അതായത് ഇറാൻ ബിൽഡ് ചെയ്തിരിക്കുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അതിൻ്റെ ആ റൂട്ട്, ആ ഒരു ത്രെഡിനെ കട്ട് ചെയ്ത് കളയുക, ഇതിനെല്ലാം ഡിസ്മാൻഡിൽ ചെയ്യുക, ഇതിനെല്ലാം ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകളാക്കി നശിപ്പിക്കുക എന്ന് പറയുന്ന ഇവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന് എന്തിനുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കോസ് എഗെയിൻ ചെന്ന് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും ഇസ്രായേലിലോട്ടാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശ രാജ്യവും പലസ്തീനികൾക്കെതിരെ ഇവർ നടത്തുന്ന അധിനിവേശവും, അതേപോലെ തന്നെ ഈ പറയുന്ന ഇന്നലെ വരെ ഈ പറയുന്ന ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ തുപ്പുന്നതും, അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ വളരെ ഇങ്ങനെ ഹോളി ആയിട്ട് കാണുന്ന ചില കാര്യങ്ങൾക്ക് നേരെയൊക്കെ അവർ വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിലുള്ള ഇവരുടെ ആക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ കൃഷിയിടങ്ങൾ ചെന്ന് കയ്യേറുന്നത് നമുക്ക് കാണാം. ആളുകളെ കൃഷിയിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ ചവിട്ടി പുറത്താക്കി അത് കയ്യേറുന്നത് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു എന്നുള്ളത്. അതായത് അതിന് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞത് എന്താ വെച്ചാൽ, റഫ അതിർത്തി ഈജിപ്ത് അടച്ചില്ലേ, എന്തുകൊണ്ട് റഫ അതിർത്തി തുറക്കുന്നില്ല എന്ന്. 10-20 വർഷമായിട്ട് ഗസക്ക് നേരെ എല്ലാ തരത്തിലുള്ള ഉപരോധം നടപ്പിലാക്കി ഒരു തുറന്ന ജയിലാക്കി സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാം ഇല്ലാതാക്കി വെച്ചിരിക്കുന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു ടീമും. എന്നിട്ട് അവർ തന്നെയാണ് ഇങ്ങനെ ഒരു സാധനം പറയുന്ന ആൾക്ക് ഉളുപ്പില്ലെങ്കിലും ഇത് വായിക്കുന്ന നമുക്കൊരിച്ചിരി ഉളുപ്പ് വേണ്ടേ എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരേ ഒരു രാജ്യവും അതിൻ്റെ ഈ പറയുന്ന അധിനിവേശ കാഴ്ചപ്പാടും ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന അതിൻ്റെ സ്വപ്നവും എല്ലാം എങ്ങനെയാണ് മൾട്ടിപ്പിൾ എൻഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. US ഇതിനെ ഒന്ന് തടയിടാനോ ഇതിനൊന്ന് നിലനിർത്തി നിർത്താനോ US കൊണ്ട് സാധിക്കുന്നില്ല.
US എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കുകയും അവരുടെ അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കാണാം. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയും മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് അലൈസ് ആണ്, അതാണ് മറ്റേതാണ് മറിച്ചതാണ്, ട്രംപിന് വിമാനം സമ്മാനമായിട്ട് കൊടുക്കുന്നു, ഇതൊക്കെ കൊടുക്കുകയും ചെയ്യും. എന്നാൽ അവിടെ എപ്പോഴും കോൺഫ്ലിക്റ്റ് നിലനിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിപ്പിൾ എൻഡിലേക്ക് ഇറാഖിലടക്കം സംയുക്തമായിട്ട് ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന ബാബിൽ മന്ദിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ബാബിൽ മന്ദിൻ്റെ കാര്യം വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യം അത് ആക്ച്വലി അതൊരു വേണമെങ്കിൽ ഒരു UN ആണെന്ന് വേണമെങ്കിൽ പറയാം. പല രാജ്യങ്ങൾക്കും ആക്ച്വലി ബേസുകളുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ജിബൂട്ടി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ ലോകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു റൂട്ട് തടസ്സപ്പെടരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ. ഈ മറ്റേ ജിബ്രാൾട്ടറിലേക്ക് കടക്കുന്ന ആ ഒരു സാധനം. അപ്പോൾ എന്നിട്ടും അതൊന്നും വിലപ്പോകുന്നില്ല. എന്നിട്ടും ഈ പറയുന്ന രാജ്യങ്ങളൊന്നും ഇതിൽ ഇടപെടുന്നുമില്ല. എല്ലാം ഇങ്ങനെ മൗനമായിട്ട് നോക്കി നിൽക്കുന്നതും നമുക്കിവിടെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഒരേ ഒരു രാജ്യം അതിൻ്റെ അധിനിവേശ സ്വപ്നങ്ങളുമാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പ്രധാന റൂട്ട് കോസ് ആയിട്ട് നമ്മൾ കാണേണ്ടതെന്നുള്ളതാണ് പറയാനുള്ളത്.